അടിപൊളി. നിങ്ങളുടെ ഗേൾഫ്രണ്ടാ? എന്തിനാ നിനക്ക് അവളെ വേണം? ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് സാർ. ഹീറോയിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ കുട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ഈ കോഫി ഷോപ്പിലെ ഗ്ലാസ് ആര് ക്ലീൻ ചെയ്യും? ഞാൻ 4 മാസം ലീവ് എടുക്കും. അമ്മേ, ഗംഭീര സ്റ്റൈലാണല്ലോ. തീർച്ചയായിട്ടും നല്ല നീ തിരക്കാ എത്ര സാർ. കരഞ്ഞാലും ശരി, ഈ കുട്ടി ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. നീ പോയി ഒരു ക്യാപ്പിച്ചിന് എടുത്തോണ്ട് വാ. ഓക്കെ സാർ. ഇതെന്താ ഇങ്ങനെ? ഞാൻ ചെയ്യുന്നതൊക്കെ അവളും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. അവിടെ തലയ്ക്ക് വല്ല തകരാറുണ്ടോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. കഴിഞ്ഞു നിന്റെ നാടകം. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്നോടാ? അല്ലല്ല, ഞാൻ ആ സപ്ലയർ, ആ വെയിറ്ററിന്. ഓ, വെയിറ്ററിനോടാണല്ലേ? തള്ളു. ആ, അതിരിക്കട്ടെ. എന്നെ കണ്ട ഉടനെ വലിയ ജാടയായിരുന്നല്ലോ. ഞാനങ്ങനൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല, പിന്നെന്താ? എന്നെ കണ്ട ഉടനെ ഒരു പ്രേതത്തെ കണ്ട പോലെ ഇതെടുക്കുന്നു, മുഖം മറക്കുന്നു. എന്താ ഇതൊക്കെ? ഞാനൊന്നും കണ്ടില്ലല്ലോ. ഞാൻ അത്രയ്ക്ക് കാണാൻ കൊള്ളില്ലേ? അത്ര മോശമൊന്നുമല്ല. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല, കേട്ടിട്ട് പോലുമില്ല. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നു? വേറെ എന്ത് ചെയ്യാനാ ചേട്ടാ? നിങ്ങളെ പോലെ കാണാൻ കൊള്ളാവുന്നവരെ പരിചയപ്പെട്ട മുഖം തിരിച്ചുകൊണ്ട് ബായ് എന്ന് പറഞ്ഞ സ്ഥലം വിടാ. ശരി, ബൈ എന്ന് പറഞ്ഞു പോയാലും സാരമില്ല, വല്ലപ്പോഴും വിളിച്ചൂടെ മോനെ? എന്ത് പറ്റി? ഒന്നും മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. 2 കോഫി പറ. കോഫിയോ? ഒരു വാച്ചാ തരാൻ പോകുന്നത്, പിന്നെന്താ 2 കോഫി പറയുന്നേന്? വാച്ചാ? എവിടെയാ അത് മിസ്സായത്? പിടിച്ചോ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതെന്റെ അമ്മയുടെ ഗിഫ്റ്റാ. ഇതില്ലാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറക്കം വരില്ല. ഇപ്പോഴെങ്കിലും ഒരു കോഫിക്ക് ഓർഡർ ചെയ്യുന്നോ, അത് താങ്ക് യു ബൈ ബൈ എന്ന് പറഞ്ഞ സ്ഥലം വിടുന്നോ? ഇപ്പോഴല്ലേ പറഞ്ഞത് ഈ കുട്ടി അറിയില്ലെന്ന്? സത്യമായിട്ടും എനിക്കറിയില്ലടാ. എന്താ ഇത്? പറയുന്നതിന് മുമ്പ് തന്നെ കോഫി ഒന്നല്ലോ. ആക്ച്വലി അത് നിന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടി പറഞ്ഞതാവൂല്ലേ? എന്താ സാറേ, വേറെ ഗേൾഫ്രണ്ട് ഉണ്ടോ? എന്നാ പിന്നെ ഈ പെണ്ണിനെ? എടാ, ഞാൻ ഇപ്പൊ തന്നെ കൺഫ്യൂഷനില്ല. മൊത്തം നീ ചളവാക്കില്ലടാ. ക്രിയേറ്റിവിറ്റി നടക്കട്ടെ, നന്നായി നടക്കട്ടെ. സോ നിങ്ങൾക്ക് ഇതുവരെ ഗേൾഫ്രണ്ട് ഇല്ലെന്ന് സാരം. അതെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. എങ്ങനെയായാലും ഒരു ഡോക്ടറല്ലേ ഞാൻ. ഡോക്ടറോ? നന്ദിനി? രാജ? രാജാണെങ്കിൽ വാട്ട് ബേബി, നീ ഒന്നും പറയാതെ പോയത്? ഞാൻ എന്ത് പേടിച്ചെന്നറിയാമോ? എത്ര പ്രാവശ്യം പറയണം നിന്നോട് പോകുമ്പോ പറഞ്ഞിട്ട് പോണോന്ന്? ഞാൻ എത്ര പേടിച്ചെന്നറിയാമോ? ഹലോ മോനെ, ഞാനാ രാജ. നിന്റെ കല്യാണം കലക്കാൻ ഞാനാ അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഓക്കെ, ഇത് ഞാൻ എന്തായാലും സെൽഫ് കോൾ അടിക്കും. നീ എന്റെ കളി ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. തെണ്ടി പറഞ്ഞ സമയത്ത് തന്നെ ചെയ്തു കളഞ്ഞു. ഇതെന്താ? കാപ്പിച്ചിനോ? അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇതെന്താ? ഇല്ല, നീ പോ. രാജ, ഇറ്റ്സ് ഓക്കെ, ഞാൻ പിന്നെ വന്ന് കാണാം. അതല്ല, ആക്ച്വലി ഈ കുട്ടി ആരാന്ന് പോലും എനിക്കറിയില്ല. എല്ലാം എന്റെ ഫ്രണ്ട് ഗിരിയുടെ ഒരു തമാശ. നിനക്ക് ഞാനാരെന്നറിയില്ല? എന്താ ഇത്? രാത്രി നടന്നൊന്നും നീ ഇതുവരെ മറന്നിട്ടില്ല? ഇപ്പോഴും ആ ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുക കുട്ട? രാത്രിയാ? അതല്ല ഇവിടെ എങ്ങനെയാ പറയാ? ബൈ ദ വേ, നീ രാത്രി എന്റെ റൂമിൽ മറന്നു വെച്ച നിന്റെ ഫേവറേറ്റ് തിങ്സ് തരാനാ വന്നത്. എന്തായത്? നിന്റെ വാച്ച്. അവന്റെ ഒരു സമയം. ഹലോ നന്ദിനി, ഞാൻ കോളേജിൽ പോയിരുന്നു. നീ ഇവിടെ ഇരിക്കാല്ലേ? ഹലോ, എന്നെ കാണാൻ വന്നതാ? സന്തോഷം. വാട്ട്? നിനക്ക് വേണ്ടി ക്ലാസ് കട്ട് ചെയ്തിട്ടാ വന്നത്. നിന്റെ നാടകം നിന്റെ അടുത്ത് വേണ്ട. നാടകമൊന്നും അല്ലടാ, സ്ഥലം വിടാൻ നോക്ക്. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് മോസ്റ്റ് ബ്യൂട്ടിഫുൾ കപ്പിൾ നമ്മളാ. ഓ, അത് മാത്രം നീ മനസ്സിലാക്കി.